രണ്ട് രാജാക്കന്മാർ അധ്യായം 23. ജോസിയായുടെ നവീകരണം. 15 മുതൽ 30 വരെ വാക്യങ്ങൾ. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിൻ്റെ മകനായ ജെറോബോവാം ബഥേലിലെ പൂജാഗിരിയിൽ നിർമ്മിച്ച ബലിപീഠം ജോസിയ തകർത്തു. അശേര പ്രതിഷ്ഠ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവിടെ മലയിൽ ശവകുടീരങ്ങൾ കണ്ടു. അവയിൽ നിന്ന് അസ്ഥികൾ എടുപ്പിച്ചു കൊണ്ടുവന്ന് ബലിപീഠത്തിൽ വെച്ച് കത്തിച്ച് അത് അശുദ്ധമാക്കി. കർത്താവ് ദൈവപുരുഷൻ വഴി അരുളി ചെയ്തത് അനുസരിച്ചാണ് ഇങ്ങനെ സംഭവിച്ചത്. രാജാവ് ചോദിച്ചു, ഈ സ്മാരകം എന്താണ്? നഗരവാസികൾ പ്രതിവദിച്ചു, നീ ബഥേലിലെ ബലിപീഠത്തിനെതിരെ ചെയ്ത കാര്യങ്ങൾ പ്രവചിച്ചിരുന്ന യൂദായിലെ ദൈവപുരുഷൻ്റെ ശവകുടീരമാണിത്. അവൻ പറഞ്ഞു, അത് അവിടെ ഇരിക്കട്ടെ, അവൻ്റെ അസ്ഥികൾ ആരും മാറ്റരുത്. അങ്ങനെ സമരിയായിൽ നിന്ന് വന്ന പ്രവാചകൻ്റെ അസ്ഥികളെപ്പോലെ അതും അവർ സ്പർശിച്ചില്ല. കർത്താവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സമരിയ നഗരങ്ങളിൽ ഇസ്രായേൽ രാജാക്കന്മാർ നിർമ്മിച്ച പൂജാഗിരികളും ക്ഷേത്രങ്ങളും ജോസിയ നശിപ്പിച്ചു. അവൻ ബഥേലിൽ ചെയ്തതുപോലെ ഇവിടെയും ചെയ്തു. പൂജാഗിരികളിലെ പുരോഹിതന്മാരെ ബലിപീഠങ്ങളിൽ വെച്ച് കൊല്ലുകയും മനുഷ്യാസ്ഥികൾ അവിടെ ദഹിപ്പിക്കുകയും ചെയ്തു. പിന്നെ അവൻ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. രാജാവ് ജനത്തോട് കൽപ്പിച്ചു, ഈ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ പെസഹ ആചരിക്കണം. ഇസ്രായേലിൽ ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരുടെയോ ഇസ്രായേലിലെയും യൂദായിലെയും രാജാക്കന്മാരുടെയോ കാലത്ത് പെസഹ ആചരിച്ചിരുന്നില്ല. എന്നാൽ ജോസിയ രാജാവിൻ്റെ 18-ാം ഭരണവർഷം ജെറുസലേമിൽ കർത്താവിന് പെസഹ ആചരിച്ചു. കൂടാതെ പുരോഹിതൻ ഹിൽക്കിയ കണ്ടെത്തിയ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നവ നടപ്പിലാക്കാൻ ജോസിയ യൂദായിലും ജെറുസലേമിലും ഉണ്ടായിരുന്ന ആഭിചാരക്കാരെയും ശകുനക്കാരെയും കുലവിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും മറ്റു മ്ലേച്ഛതകളെയും നിർമ്മാർജ്ജനം ചെയ്തു. മോശയുടെ നിയമങ്ങളനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ പിൻചെന്ന മറ്റൊരു രാജാവ് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല. എങ്കിലും മനാസെ നിമിത്തം യൂദാക്കെതിരെ ജ്വലിച്ച കർത്താവിൻ്റെ ഉഗ്രകോപം ശമിച്ചില്ല. അവിടുന്ന് അരുളി ചെയ്തു, ഇസ്രായേലിനെ പോലെ യൂദായെയും എൻ്റെ കൺമുൻപിൽ നിന്ന് ഞാൻ തൂത്തെറിയും. ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിനെയും എൻ്റെ നാമം ഇവിടെ ആയിരിക്കുമെന്ന് ഞാൻ അരുളി ചെയ്ത ആലയത്തെയും ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. ജോസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവൻ്റെ കാലത്ത് ഈജിപ്തിലെ ഫറവോ ആയ നെക്കോ യൂഫ്രട്ടീസ് നദിയുടെ സമീപത്ത് അസീറിയ രാജാവിൻ്റെ അടുത്തേക്ക് പോയി. ജോസിയ രാജാവ് അവനെ നേരിട്ടു. മെഗിദോയിൽ വെച്ച് നെക്കോ അവനെ യുദ്ധത്തിൽ നിഗ്രഹിച്ചു. സേവകന്മാർ മൃതശരീരം ഒരു രഥത്തിൽ മെഗിദോയിൽ നിന്ന് ജെറുസലേമിൽ കൊണ്ടുവന്ന് അവൻ്റെ കല്ലറയിൽ സംസ്കരിച്ചു. അനന്തരം ജനം ജോസിയായുടെ മകൻ യഹോവാഹാസിനെ രാജാവായി അഭിഷേകം ചെയ്തു.